ബാങ്ക് ജീവനക്കാരുടെ കലാസാംസ്കാരിക സംഘടനയായ ബാങ്ക്സ്മൻ ക്ലബ്ബ് പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ 29 വർഷമായി നടത്തിവരുന്ന കോളേജ് മാഗസിൻ അവാർഡ് മത്സരത്തിൽ ഈ വർഷം വിജയികളായവരെ പ്രഖ്യാപിച്ചു. ബാങ്ക്സ്മൻ ക്ലബിന്റെ ജനറൽ സെക്രട്ടറി അർജുൻ സിയാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള 25ഓളം കോളേജുകളിൽ നിന്നാണ് നമുക്ക് മാഗസീനുകൾ ലഭിച്ചത്. എല്ലാ വർഷവും നമുക്ക് നമ്മുടെ മാഗസീൻ അവാർഡിന് നല്ല പ്രതികരണമാണ് ലഭിക്കാറ്. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് അയക്കുന്ന ഒരുപാട് കോളേജുകളുണ്ട്. പക്ഷെ ഇത്തവണ നമുക്ക് കൂടുതലായിട്ട് പുതിയ ഒരുപാട് കോളേജുകളിൽ നിന്ന് കൂടി എൻട്രീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മാഗസീൻ ആയിട്ടുള്ള ആ എന്ന് പറയുന്ന മാഗസീനാണ് 1ാം സ്ഥാനം. ഇതാണ് ആ മാഗസീൻ. 2ാം സ്ഥാനം നേടിയിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല തിരൂരിന്റെ മാഗസീൻ ആയിട്ടുള്ള ചാകുലിയാണ്. ഇതാണ് ആ മാഗസിൻ. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉലകമാകെ പൊള്ളു ചൊന്നപ്പോ ഞാനൊരു നേരുപാടി ഒപ്പാരി PSMO കോളേജ് തിരൂരങ്ങാടിയുടെ മാഗസിൻ ആയിട്ടുള്ള ഒപ്പാരിക്കാണ് 3ാം സ്ഥാനം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും ലഭിച്ച മാഗസിനുകൾ എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീചിത്രന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് പരിശോധിച്ച് വിജയികളെ നിശ്ചയിച്ചത്. അവാർഡുകൾ ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ ആണെന്നും കേന്ദ്ര സർക്കാർ എയിംസ് അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്താതെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കിനാലൂരിൽ തന്നെ എയിംസ് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശക്തമായി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കാലിക്കറ്റ് ചേംബർ ഉടൻ തന്നെ വിവിധ ജനകീയ പരിപാടികൾക്കും നേതൃത്വം നൽകുമെന്നും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അറിയിച്ചു. സൗദി KMCC നാഷണൽ കമ്മിറ്റി സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള ഹാഷിം എഞ്ചിനീയർ കർമ്മ പുരസ്കാരം മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീറിന്. സാമൂഹികവും സാംസ്കാരികവുമായ പുരോഗതിക്കും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും വിവിധ തലങ്ങളിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് KMCCയുടെ പുരസ്കാരമായി നൽകുന്നത്. ET മുഹമ്മദ് ബഷീർ MP, MC മായിൻ ഹാജി, KP മുഹമ്മദ് കുട്ടി, CP സൈദലവി, TT ഇസ്മായിൽ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ കണ്ടെത്തിയത്. ശബരിമലയിലെ മിൽമ നെയ് ക്രമക്കേടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും പ്രതിചേർക്കും. അടുത്തിടെ അന്തരിച്ച മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കേസിൽ പ്രതിചേർക്കും. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.